അങ്ങനെ സൂപ്പർമാൻ ഇറങ്ങി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി ഓടി. അങ്ങനെ സൂപ്പർ ഗേൾ ഇറങ്ങി ഇട്ട കാശ് പോലും എടുക്കാൻ പറ്റാതെ ഏതാണ്ട് പടം 8 നില പൊട്ടി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ DC-യുടെ അടുത്ത പടമായിട്ടുള്ള ക്ലേഫേഴ്സിൻ്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇതുവരെ കണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോസിൻ്റെ ഒക്കെ പടങ്ങളായിരിക്കും DC-യിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത്, ജെയിംസ് ഗണ്ണിൻ്റെ എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൽ. പക്ഷേ ഈ ക്ലേഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്റ്മാൻ്റെ വൺ ഓഫ് ദി വില്ലനാണ്. അങ്ങനെ ഈ വില്ലനെ വെച്ചിട്ട് നമ്മുടെ ജോക്കറൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു പടം ഒക്കെ പോലുള്ള ഒരു പടമായിരിക്കും ഈ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല DC-യുടെ ഫസ്റ്റ് ബോഡി ഹൊറർ പടം കൂടിയാണ് ഇത്. അതായത് വൺ ഓഫ് ദ ഹൊറർ മൂവീസാണിത്. ബോഡി ഹൊറർ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഓൾറെഡി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ക്ലേഫേസിനെ വെച്ചിട്ടുള്ള ഒരു പടം ഓൾറെഡി ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഫസ്റ്റായിട്ട് നമ്മുടെ ഗോത്തം സിറ്റിനെ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് സൂപ്പർമാൻ വന്നു, ഗോത്തം സിറ്റി കണ്ടു, ബാറ്റ്മാൻ്റെ വില്ലൻ വരെ വന്നു. പക്ഷേ എവിടാ ബാറ്റ്മാൻ? എവിടെ? DC-നെ രക്ഷിക്കണമെങ്കിൽ അവൻ തന്നെ വരണം, ബാറ്റ്മാൻ. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ട്രെയിലർ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്, സോ ഈ കഥ എന്തിനൊക്കെ നോക്കിയിട്ടായിരിക്കും പോകാൻ വേണ്ടി പോകുന്നതെന്നുള്ള ഒന്ന് നോക്കിക്കളയാം. ആക്ച്വലി ഈ ക്ലേഫേസിനെ നമ്മൾ ആദ്യമായിട്ടല്ല കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള ഒരു ക്ലേഫേസിൻ്റെ ഒരു പ്രീക്വൽ സ്റ്റോറി, അതായത് മുമ്പേ നടക്കുന്ന ഒരു ഒറിജിൻ സ്റ്റോറി ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ക്ലേഫേസിനെ ഇതിന് മുമ്പ് എവിടെ കണ്ടിട്ടുള്ളതെന്നല്ലേ. അതായത് ഇതേ DC-യുടെ തന്നെ ആ കണ്ടിന്യൂറ്റിയിൽ ക്രിയേച്ചർ കമാൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്പൈ ആയിട്ട് ഈ ക്ലേഫേസിനെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ഓൾമോസ്റ്റ് ക്ലേഫേസ് പുള്ളിയുടെ ഒറിജിനൽ ഫോമിലായി മാറിയിട്ട് ഓൾമോസ്റ്റ് ഒരു വില്ലനായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിക് ഫ്ലാഗ് പോയിട്ട് അങ്ങനെ ഈ ക്ലേഫേസും റിക് ഫ്ലാഗും തമ്മിലൊരു ഫൈറ്റ് നടന്നിട്ട് അങ്ങനെ ഈ ക്ലേഫേസ് ആ റിക് ഫ്ലാഗിൻ്റെ നട്ടൽ തന്നെ അടിച്ചു ഓടിക്കുന്നുണ്ട്. അതിനുശേഷം ആ റിക് ഫ്ലാഗ് സീനിയറിനെ നമ്മൾ പീസ് മേക്കർ സീരീസിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. പുള്ളിയുടെ മുതുകൊക്കെ ശരിയാക്കിയിട്ടായിരിക്കും പുള്ളി വന്നിട്ടുണ്ടാവുക. സോ അതിൻ്റെ ഒരു പ്രീക്വൽ ആയിട്ടായിരിക്കും ഈ ഒരു പടം വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ക്ലേഫേസ് പടം നടക്കുന്ന ആ ടൈം പീരീഡ് തന്നെ സെറ്റ് ചെയ്യുന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർമാൻ പടം നടക്കുന്നതിന് മുമ്പായിട്ടാണ്. കാരണം ആ സൂപ്പർമാൻ പടത്തിലും നമ്മൾ ഓൾറെഡി റിലാക്സ് സീനിയറിനെ കണ്ടിട്ടുണ്ടാവും. സോ അതും പീസ് മേക്കറും ഒരേ കണ്ടിന്യൂഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ആ രണ്ട് സംഭവങ്ങൾക്ക് മുമ്പേ ആയിരിക്കും ഈ പടം നടക്കുന്നത്. അങ്ങനെ ഈ പടത്തിൻ്റെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ഹേഗൻ ഈ പടത്തിൽ തന്നെയുള്ള ഒരു ഹീറോ ആയിട്ടാണ്, അതായത് ഇൻ യൂണിവേഴ്സിലുള്ള ഒരു ഹീറോ ആയിട്ടാണ്, ഒരു അപ്കമിങ് സ്റ്റാറിനെ പോലെ ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. ട്രെയിലറിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഒരു ചേച്ചി നമ്മുടെ ഹേഗൻ്റെ അടുത്ത്, അതായത് പുള്ളി ഓൾറെഡി ആ മാസ്ക് ഒക്കെ ഇട്ടിരിക്കും അവിടെ ഇരിക്കുന്നത്, പുള്ളിൻ്റെ അടുത്ത് നിനക്ക് എന്താ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് പുള്ളിയുടെ ലൈഫ് തിരിച്ചു വന്നത്. കാരണം ഓൾറെഡി ഒരു റൈസിങ് സ്റ്റാറായിട്ട് മെല്ലെ മെല്ലെ ഹോളിവുഡിൽ പുള്ളി പൊങ്ങി വന്നുകൊണ്ടിരുന്ന ആ ടൈമായിരുന്നു. അതായത് ഒരു ഫിലിം സ്റ്റാറിന് അയാളുടെ മുഖം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു മുഖം പോയാൽ തന്നെ അത്യാവശ്യം വില ഇടിഞ്ഞു ആളുടെ. അങ്ങനെയുള്ള ആ മുഖം തന്നെ പുള്ളിക്ക് നഷ്ടപ്പെട്ടു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഫൈറ്റിലൊക്കെ ഇടപെട്ടിട്ടായിരിക്കും പുള്ളിയുടെ ആ മുഖത്ത് കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരുപാട് വാണ്ടലും ബോറലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിയുടെ ആ കരിയറും ഫേസൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പെരിമെൻറ്റ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇനിയാണ് കുറച്ച് സംഭവങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഒറിജിനലായിട്ടുള്ള നമ്മുടെ ക്ലേഫേസിൻ്റെ 2 കോമിക്, അതായത് ഒരു കോമിക്കും ഒരു അനിമേഷൻ സീരീസിൽ നിന്നും ഇതിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഈ മെയിൻ പടത്തിൽ പുള്ളിയുടെ ഒറിജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബാറ്റ്മാൻ്റെ ഒരു അനിമേറ്റഡ് ഷോയിൽ നമ്മുടെ ഫസ്റ്റായിട്ട് ക്ലേഫേസ് വരുമ്പോൾ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഒറിജിൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നമ്മുടെ മാറ്റ് ഹാഗൻ ഒരു അപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറായിരിക്കും. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖത്ത് ഒരു ആക്സിഡൻറ്റ് പോലെ ഒരു സംഭവം നടന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ മുഖത്ത് ഒരു സബ്സ്റ്റൻസ് പോലെ, അതായത് ഒരു കെമിക്കൽ പോലത്തെ ഒരു സാധനം പുള്ളി മുഖത്ത് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ആ കെമിക്കലിൻ്റെ പവർ കുറച്ച് നേരത്തേക്ക് മാത്രമേ പുള്ളിയുടെ ബോഡിയിൽ നിൽക്കത്തുള്ളൂ. പക്ഷേ അത് ഫുൾ ടൈമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുള്ളി ആ കെമിക്കൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഡെവലപ്പറുടെ അടുത്ത് തന്നെ പോയി ചോദിക്കും. അങ്ങനെ ഈ കെമിക്കൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആയിരിക്കും. അങ്ങനെ ഈ പുള്ളി ഇങ്ങനെയൊക്കെ പോയി ചോദിച്ചുകൊണ്ട് തന്നെ നീ എന്നെ തന്നെ എതിർക്കുന്നോടൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാറ്റ് ഹാഗനെ ഇടിച്ചിട്ട് ആ മൊത്തം കെമിക്കൽ ഇവൻ്റെ ദേഹത്ത് തേച്ച് വിട്ടിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിയുടെ ആ മൊത്തം ബോഡിനെ തന്നെ ആ കെമിക്കൽ ചേഞ്ച് ചെയ്തിട്ട് പുള്ളി ക്ലേഫേസ് ആയിട്ട് മാറും. അതേ ഒരു സ്വയം സ്റ്റോറിയും പിന്നെ അത് മാത്രമല്ലാതെ ക്ലേഫേസ് ദ വൺ ബാഡ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കും കൂടിയുണ്ട്. അങ്ങനെ അതിൽ ഓൾറെഡി ഈ ക്ലേഫേസിൻ്റെ പവേഴ്സൊക്കെ കിട്ടിയിട്ടുള്ള നമ്മളെ ക്ലേഫേസ് പുള്ളിയുടെ തന്നെ ആ കരിയർ വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഇപ്പോൾ പുള്ളിക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും പുള്ളിയുടെ ഫേസ് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തുകൊണ്ട് പുള്ളിക്ക് വീണ്ടും തിരിച്ച് ഹോളിവുഡിലേക്ക് പോയിട്ട് പുള്ളിയുടെ കരിയർ വീണ്ടും ഡെവലപ്പ് ചെയ്തുവിടാന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും ആ ആക്ടറിൻ്റെ ആയിട്ടുള്ള ആ കരിയറിലേക്ക് തിരിച്ചു പോയിട്ട് പുള്ളിയുടെ ആ കരിയർ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. സോ ഈ 2 സംഭവങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ക്ലേഫേസിൻ്റെ പടത്തിൽ പുള്ളിയുടെ ഒറിജിൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ആ ട്രെയിലറിൽ തന്നെ ഓൾറെഡി കാണിക്കുന്നുണ്ട് ആ മുഖത്ത് അങ്ങനെ വാണ്ടൽ ബോറലൊക്കെ വിട്ടത് കാരണം തന്നെ പുള്ളിനെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ഫ്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പുള്ളിയുടെ മുഖം ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് പുള്ളിയുടെ കരിയർ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഒരു ഹ്യൂമൻ ട്രയലിന് വേണ്ടിയിട്ട്, അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഹ്യൂമൻ ട്രയലിന് വേണ്ടിയിട്ട് പുള്ളിയായിട്ട് വോളണ്ടിയർ ആയിട്ട് പോകുന്നത്. അങ്ങനെ പുള്ളി എന്ത് ആ ഹ്യൂമൻ ട്രയലിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഇതിന് മുമ്പുള്ള ഒരു പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗോതം ന്യൂ ഫേസ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനാണത്. അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ ആ മുഖം വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഈ മാറ്റ് ഹാഗൻ തന്നെ പുള്ളിയുടെ ആ ഫേസ് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഹ്യൂമൻ ട്രയലിനായിട്ട് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അതായത് പുള്ളി ആ ഹ്യൂമൻ ട്രയലിന് അങ്ങനെ പോയി കിടക്കാൻ വേണ്ടി കാരണം തന്നെ
പുള്ളിക്ക് ഓൾറെഡി ലൈഫ് തന്നെ മടുത്തു. കാരണം ഇപ്പോൾ പുള്ളിയുള്ള മുഖത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് പുള്ളിക്ക് ഒരു സംഭവം എന്തായാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സോ ഇത് പുള്ളിനെ കൊല്ലുകയാണെങ്കിൽ ചത്താലും കുഴപ്പമില്ല, എന്നാൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടുമല്ലോ, ശരിയായ അത്രയും നല്ലതെന്നുള്ള രീതിക്കാണ് പുള്ളി ആ ഹ്യൂമൻ ട്രയലിന് പോയി നിൽക്കുന്നത്. അങ്ങനെ ആ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്തതും ആദ്യം പുള്ളിയുടെ ആ മുഖം മൊത്തത്തിലൊന്ന് റീസ്ട്രക്ചർ ആവുന്ന പോലെ കാണിച്ചെങ്കിലും പിന്നെ വലിയ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത പോലെ ഇരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ അപ്പോഴും ആ മെഡിസിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ചേച്ചിക്ക് പോലും അറിയില്ല കാരണം ഇതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നോ, മാത്രമല്ല ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പോലും ആ അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പതിയെ പതിയെ പുള്ളിയുടെ ആ എക്സ്പെരിമെൻറ്റ് കാരണം അത് പുള്ളിനെ തന്നെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലെയിനിൽ ഇരിക്കുമ്പോൾ പുള്ളി ഒന്ന് കണ്ണ് വെറുതെ തിരുമത്തേ ഉള്ളൂ, ആ കണ്ണ് തന്നെ പുള്ളിയുടെ അടഞ്ഞു പോകും. എന്നാൽ അതിൻ്റെ ബാത്റൂമിൽ പോയിരുന്നിട്ട് പുള്ളി ഒരു കത്രിക വെച്ചിട്ട് അത് കണ്ണ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വെട്ടിയിട്ട്. അങ്ങനെ ക്ലേ ഫേസ് പുള്ളിയുടെ മിററിലൊക്കെ നോക്കുമ്പോൾ പുള്ളിയുടെ ആ ഫേസ് പുള്ളിക്ക് കാണുമ്പോൾ കുഴപ്പമില്ലെങ്കിലും പക്ഷേ ആ മിററിലൊക്കെ നോക്കുമ്പോൾ പുള്ളിയുടെ ആ ഫേസ് പുള്ളി പോലും അറിയാതെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളിയുടെ ആ ഇമോഷൻസ് തന്നെ പുള്ളിയുടെ ആ ട്രാൻസ്ഫോർമേഷനൊക്കെ ചിലപ്പോൾ കാരണമാവും. അതാണ് അവരതിൽ പറയുന്നത്. അതായത് ആ ട്രെയിലറിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതായത് പുള്ളി വിശ്വസിച്ചിട്ടുള്ളവരെ തന്നെ പുള്ളിനെ ചതിച്ചു, മാത്രമല്ല പുള്ളിക്ക് ആവശ്യമുള്ള ജസ്റ്റിസ് ആണെങ്കിൽ കിട്ടിയതുമില്ലാന്ന്. അതായത് ആ ഗോതം സിറ്റിയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. തമ്മിത്തല്ല്, കള്ള്, കഞ്ചാവ്, മോഷണം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പിടിച്ചുപറിയും ഉണ്ട് ഇപ്പോൾ ആ ഗോതം സിറ്റിയിൽ. പക്ഷേ ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ബാറ്റ്മാൻ മാത്രമില്ല. എവിടെ ബാറ്റ്മാൻ വരൂ? അങ്ങനെ പുള്ളിക്ക് പുള്ളിയുടെ അടുത്ത് അപഹരിക്കപ്പെട്ടു. പുള്ളിയുടെ പൈസ, പുള്ളിയുടെ കരിയർ എല്ലാം നഷ്ടപ്പെട്ടു. സോ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ള ഒരു റിവെഞ്ച് സ്റ്റോറിയും കൂടി ആയിരിക്കും ചിലപ്പോൾ ഇത്. ഒരു ഘട്ടത്തിന് മേലെ നമ്മുടെ ക്ലേ ഫേസ് പുള്ളിയുടെ ആ മൊത്തം ആ ട്രാൻസ്ഫോർമേഷനും കൺട്രോൾ എടുക്കുന്ന പോലെ തന്നെ ഒരു ബാത്തബിൽ ഇരുന്നിട്ട് പുള്ളി മൊത്തം ആ കൺട്രോൾ എടുക്കുന്ന പോലെയും ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നമ്മുടെ ക്ലേ ഫേസിന് ഒരു ടാഗ് ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന 2 പടങ്ങൾക്കും ഇങ്ങനെ ആ ക്യാരക്ടേഴ്സിന് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ സൂപ്പർമാന് ലുക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഗേളിന് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടും, അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ ക്ലേ ഫേസിന് കൊടുത്തിരിക്കുന്നത് ലുക്ക് ഫിയർ ഇൻ ദ ഫേസ് എന്ന് പറഞ്ഞിട്ട്, അതായത് പേടിയുടെ ഒരു പ്രതീകമായിട്ടാണ് പുള്ളിനെ മാറ്റാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ സൂപ്പർമാൻ ലുക്ക് അപ്പ് ഫോർ ദ ഹോപ്പ്, സൂപ്പർ ഗേൾ ആണെങ്കിൽ ലുക്ക് ഔട്ട് ഫോർ ദ ട്രൂത്ത്, ഇപ്പം നമ്മുടെ ക്ലേ ഫേസ് ആണെങ്കിൽ ഫോർ ദ ഫിയർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ശരിക്കും ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാറ്റ്മാൻ അല്ലേന്ന്. ചിലപ്പോൾ ജസ്റ്റിസ് ആയിരിക്കും കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ട്രെയിലറിലെ എൻഡിൽ തന്നെ നമ്മുടെ ആ ക്ലേ ഫേസിൻ്റെ മൊത്തത്തിലുള്ള ആ പുള്ളി ഒരു മോൺസ്റ്റർസ് ഫോമിലേക്കായി മാറുന്ന പോലെ ഒരു ഗ്ലിംസും കാണിച്ചിട്ടുണ്ട്. മിക്കവാറും ആ ഒരു ഗ്ലിംസ് നമ്മൾ ഓൾറെഡി ആ ക്രിയേച്ചർ കമാൻഡ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു ഫോം ആയിരിക്കണം. ആക്ച്വലി ഈ ക്ലേ ഫേസിനെ ഓൾറെഡി നമ്മൾ ബാറ്റ്മാൻ്റെ പടത്തിൽ കാണേണ്ടതായിരുന്നു. അതായത് ഓൾറെഡി മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം എൽസ്വേൾഡ് സ്റ്റോറി ആയിട്ട് ഇപ്പോൾ ഓൾറെഡി DC തന്നെ ഉണ്ട്. ആ ഒരു ബാറ്റ്മാൻ പടത്തിൽ ബാറ്റ്മാൻ്റെ വില്ലനായിട്ട് ക്ലേ ഫേസിനെ കൊണ്ടുവരാനായിരുന്നു ഈ മാറ്റ് റീവ്സിന് ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ. പക്ഷേ ആ ഒരു ഐഡിയ നമ്മുടെ ജെയിംസ് ഗൺ അങ്ങനെ അങ്ങ് തട്ടിയിട്ട് അതിനങ്ങ് DCയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇപ്പോൾ ഈ ക്ലേ ഫേസിൻ്റെ പടം. അതായത് ബാറ്റ്മാൻ്റെ വില്ലനെ വെച്ചിട്ടാണ് ഇവരൊരു പടം ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ബാറ്റ്മാനെ കുറിച്ചൊരു ഹിൻറ്റെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു തെണ്ടിത്തരായി പോകും. അതായത് ബാറ്റ്മാൻ്റെ നാടും കൂടും വീടും എല്ലാം കാണിക്കുന്നുണ്ട്, എന്നിട്ട് ബാറ്റ്മാനെ കാണിച്ചില്ലെങ്കിൽ വളരെ മോശമായി പോകും DC. ഇതിനു മുമ്പ് ഓൾറെഡി ഇതേപോലെ തന്നെ മാർവലിൽ ചില പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ വില്ലനായിട്ടുള്ള വെനത്തിനെ വെച്ചിട്ട് സ്റ്റാൻഡ് അലോണായിട്ട് അവരൊരു ട്രയോളജി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ അതിൽ നമ്മുടെ വെനത്തിന് ഒരു ഹീറോനെ പോലെ ആയിരിക്കും പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഇതിൽ നമ്മുടെ ബാറ്റ്മാൻ്റെ ഒരു വില്ലനാണ് ഈ ക്ലേ ഫേസ്. അങ്ങനെ ഈ ക്ലേ ഫേസിനെ വെച്ചിട്ടും അങ്ങനത്തെ ഒരു ഹീറോയിക് പരിപാടിയായിരിക്കും ഇവർ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ചിലപ്പോൾ പുള്ളീനെ ഒരു നല്ലൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് ഒരു വില്ലനായിട്ട് തന്നെ ആയിരിക്കും പുള്ളിനെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ആക്കാതിരുന്നാൽ മതി ഒരു ഹീറോ ആക്കിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ DCയിൽ ഉള്ള എല്ലാ തൊട്ടുകൂട്ടാൻ പറ്റുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അതായത് നമ്മുടെ സൂപ്പർ ഗേൾ വന്നു, സൂപ്പർമാൻ വന്നു, മാത്രമല്ല ഗ്രീൻ ലാൻഡൻസിൻ്റെ ഒരു സീരീസ് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മാത്രമല്ല ക്രിയേച്ചർ കമാൻഡേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പീസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മെയിനായിട്ട് സൂപ്പർമാൻ ഉണ്ടെങ്കിലും അതായത് മെയിൻ ചോറ് സൂപ്പർമാൻ വന്നു. പക്ഷേ എന്നാലും മെയിനായിട്ടുള്ള വേറൊരു സാധനം കൂടി വന്നിട്ടില്ല, കറി വന്നിട്ടില്ല. കറി വന്നെങ്കിൽ മാത്രമല്ലേ ആ ഒരു സദ്യക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് മെയിനായിട്ടുള്ള ബാറ്റ്മാൻ എവിടെ? ബാറ്റ്മാൻ വന്നെങ്കിലല്ലേ സദ്യ പൂർണ്ണമാവുള്ളൂ. ശരിക്കും ഇവർക്ക് ആ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാനെ തന്നെ ഈ DCയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ബാറ്റ്മാനെ തന്നെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. അതാകുമ്പോൾ എല്ലാവർക്കും കണക്ട് ആവാനും കുറച്ചും കൂടിയൊക്കെ എളുപ്പമാവും. ഇതിപ്പോൾ ഇനി പുതിയൊരു ബാറ്റ്മാനെ കണ്ടുപിടിച്ച് കാസ്റ്റ് ചെയ്ത് എന്തിനാണ് ഇവർ ഇത്രയും ഇരട്ടിപ്പണിയൊക്കെ എടുക്കുന്നത്? ഇതുവരെയും ബാറ്റ്മാൻ്റെ കാസ്റ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. വേറെ ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്, പക്ഷേ അതൊന്നും കൺഫേംഡും അല്ല. ഇനി എപ്പോൾ പടം ഷൂട്ട് ചെയ്ത് എപ്പോൾ പടം ഇറങ്ങാൻ? അതായത് ഇപ്പോൾ നമ്മുടെ മാർവലിൽ എങ്ങനെയാണോ ഈ സ്പൈഡർമാൻ പടം എന്നുള്ളത് പോലെ അതുപോലെയാണ് നമ്മുടെ DCക്ക് ഈ ബാറ്റ്മാൻ എന്നുള്ള പടം. അതായത് എങ്ങനെ എന്ത് കുത്തി പറഞ്ഞാലും പടം ഹിറ്റാവും, കാരണം ബാറ്റ്മാൻ ആണല്ലോ. 2028 എന്തായാലും നമ്മുടെ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ 2 ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത് എന്തായാലും എൽസ്വേൾഡ് സ്റ്റോറിയാണ്. അത് ഈ മെയിൻ DCU കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധപ്പെടുത്തിയാൽ മതിയായിരുന്നു, അവസാനം എന്തെങ്കിലുമൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചാൽ മതിയായിരുന്നു. സോ ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്താണെന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.